നമുക്കപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വെള്ള നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. വെള്ള നാരങ്ങാച്ചാറെന്ന് ഞാനിത് പറയാൻ കാരണം മുളക് പൊടി ചേർക്കാത്തത് കൊണ്ടാണ് കേട്ടോ. കാണാനും കഴിക്കാനും അടിപൊളിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ദേ കുറച്ച് നാരങ്ങ എടുത്ത് ഇഡലി പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റോളം ഇതൊന്ന് ആവി കയറ്റി കഴിയുമ്പോഴത്തേന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് ദേ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ദേ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായപ്പോൾ ചൂടായില്ലായിരുന്നു കേട്ടോ സത്യത്തിൽ. അപ്പോൾ അതിന് മുന്നേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണയും ചട്ടിയും ഒരുമിച്ച് ചൂടാവട്ടെ. അപ്പോൾ അതേ നമ്മൾ അരിഞ്ഞു വെച്ച നാരങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേന് അതിലേക്ക് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ പിരിയൻ മുളകാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഉണക്കമുളകാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് അച്ചാർ ഇടാനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എനിക്കെന്തോ വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ദേ നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേന് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചി എരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ വെറും കായപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നാരങ്ങയുടെ പുളി ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുക. അച്ചാറിന് നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ടല്ലോ, അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ അവരവരുടെ ഒരു കൈയളവാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം എന്തേ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ എടുത്ത് കൂട്ടാവുന്നതേ ഉള്ളൂ. കാരണം നാരങ്ങ നമ്മൾ ആവി കയറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം അധികം പുളിയും കാര്യവും ഒന്നും കാണില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇപ്പം തന്നെ എടുത്ത് കൂട്ടാൻ തോന്നുന്നുണ്ട്. അപ്പം വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ